அல்ஹம்துலில்லாஹ். நம்முடைய ஸ்தாபனத்திற்கு கேரளாவில் சுன்னத் வல் ஜமாத்தினுடைய வீரச்சிங்கமாக திகழக்கூடிய சுன்னத் வல் ஜமாத்தின் மாற்றமானவர்களுக்கு சிம்ம சொற்பனமாக திகழக்கூடிய உஸ்தாது பெருந்தகை பேரோடு உஸ்தாத் அவர்கள் நம்முடைய ஸ்தாபனத்திற்கு வருகை தந்துள்ளார்கள். அல்ஹம்துலில்லாஹ், அல்ஹம்துலில்லாஹ், அல்ஹம்துலில்லாஹ். அவர்கள் சிராஜுல் ஹுதா என்ற ஒரு அற்புதமான ஸ்தாபனத்தை நடத்தி கொண்டிருக்கிறார்கள். அந்த ஸ்தாபனமே ஒரு கராமத்துக்குரிய ஸ்தாபனம். அருமையான மாணவிகளே, கேரளாவில் பல்வேறு இடங்களில் பல கஷ்டமான நேரங்களில், சிரமமான நேரங்களில் சிராஜுல் ஹுதாவுக்கு நிய்யத் வைத்தால் அந்த கஷ்டம் நீங்கும் என்பது அனுபவபூர்வமான உண்மை. இன்ஷா அல்லாஹ் நம்மெல்லாம் கேரளாவோட தொடர்பு படுத்தி வச்சிருக்கிறோம். நீங்க பக்கமா அங்க போனா இந்த குட்டியாடிக்கு போய் பார்க்கணும். நான் அந்த ஸ்தாபனத்தை பார்த்திருக்கிறேன். குட்டியாடியில் உள்ள SSF பேரோடு காபியின் சிராஜுல் ஹுதா மதரசாவை நம்ம SSF அக்சனீபாய் புகழ்ந்து தள்ளுவதோடு தமிழ்நாட்டில் உள்ளவர்களையும் அங்கு சென்று தரிசிக்க சொல்லுகிறாரே, அப்படி அங்கு என்னதான் பிரத்யேகமாக கற்றுக் கொடுக்கிறார்கள் என்பதை கொஞ்சம் அலசுவோமா? வாருங்கள். இது புனிதமான ரபியுல் அவ்வல் மாதம், அதுவும் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் பிறந்த 12ஆம் நாள் மிகவும் புண்ணியமான நாள் என்பதே அஹ்லு சுன்னதி வல் ஜமாத்தின் கொள்கை. இதை வஹாபிகள் மறுக்கிறார்கள். இந்த விடயத்தில் நம்ம அக்சனிபாய் பரிந்துரை செய்த சிராஜுல் ஹுதா மதரசாவின் பேராசிரியர் என்ன சொல்கிறார் என்று பார்ப்போமா? റബീഉൽ അവ്വൽ 12 രാവിൽ മുത്തുനബിയോടുള്ള മഹബത്തിന്റെ പേരിൽ ആ ദിവസം സൽക്കർമ്മങ്ങൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. റസൂലുള്ളാഹിനോട് ജനിച്ച ദിവസമാണല്ലോ എന്ന നിലക്ക് കുറേ സലാത്ത് ചൊല്ലുന്നു മഹബത്തിൻ്റെ പേരിൽ, അതിന് കുഴപ്പമില്ല. ശൈലിപ്പുള്ള എന്നാ മഹബത്തിൻ്റെ പേരിൽ ആ രാവിനെ പ്രത്യേകം ബഹുമാനിച്ചാദരിച്ച്, അപ്പം അങ്ങനെ ആ രാവിനൊരു പ്രത്യേകവും ബഹുമാനവും ആദരവും ശറഅ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ രാവിനെ പ്രത്യേകം ബഹുമാനിച്ചാദരിക്കുന്നത് ബിദ്അത്താകും. അതാണ് പ്രശ്നം. നിങ്ങൾ പ്രശ്നം അവിടെ തന്നെയാണ് കിടക്കുന്നത്. പ്രത്യേകം ബഹുമാനിച്ചാദരിച്ച്, അത് രാവിനെ പ്രത്യേകം ബഹുമാനിച്ചാദരിക്കണ്ടേ? നിങ്ങൾ റസൂലുള്ളാഹിനോടുള്ള മഹബത്തിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കോ. ജന്മദിനം എന്നുള്ളത് മഹബത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള നിലക്കാണ്. അതേസമയത്ത് ആ ദിവസത്തിനൊരു പ്രത്യേക ബഹുമാനവും ആദരവും ഉണ്ട് എന്ന് വിചാരിക്കൽ, അത് തന്നെയാണ് പ്രശ്നം. ജന്മദിനം എന്ന നിലക്ക് പ്രത്യേകം ആദരിക്കലും ജന്മദിനം എന്ന നിലക്ക് ആ ദിവസത്തിനൊരു പ്രത്യേകത കൽപ്പിക്കുക എന്നുള്ളത് ശറഅ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് കൽപ്പിക്കാൻ പാടുള്ളൂ. ആ ദിവസത്തിനൊരു പ്രത്യേകം പുണ്യമുണ്ട്, റബീഉൽ അവ്വൽ 12 എന്നുള്ള നിലക്കൊരു പുണ്യമുണ്ട് എന്നാണെങ്കിൽ അത് ശറഅ് പഠിപ്പിക്കണം. അതെവിടെയാണ് പറഞ്ഞത് നിങ്ങൾ പറയണം. അങ്ങനെ നമ്മൾ ശറഅ് പറയാത്ത പ്രത്യേകത ദിവസത്തിന് കൽപ്പിക്കരുത്. നമ്മുടെ മുൻഗാമികളും സാലിഹീങ്ങളൊക്കെ നമ്മളെക്കാൾ മഹത്വമുള്ളവരും നമ്മളെക്കാൾ ഇഷ്ടുള്ളവരൊക്കെയാണ് അവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടിയില്ല, നമ്മളിങ്ങനെ ഇല്ലാത്തത് ഓവർ വിചാരിച്ചാൽ ബിദ്അത്താണത്. ഇല്ലാത്ത പുണ്യങ്ങൾ ദിവസത്തെക്കുറിച്ച് വിചാരിക്കുക. അപ്പോൾ ലൈലത്തുൽ ഖദറിനെക്കാളും മഹത്വമുള്ളതാണ് എല്ലാ കൊല്ലത്തെ റബീഉൽ അവ്വൽ 12 എന്ന് വിചാരിക്കരുത്. അതുപോലെ അങ്ങനെ ഒരു ഉറക്കൊഴിക്കൽ പ്രത്യേകം പുണ്യമുള്ളതാണ് എന്ന് വിചാരിക്കുന്നിടത്തിലേക്ക് എത്തിപ്പെടുകയാണ് ആൾക്കാർ. നമ്മളെ മുൻഗാമികളൊക്കെ ഇല്ലേ, ഇബ്നു ഹജർ തങ്ങളും ഓലൊക്കെ മഹബത്ത് വെച്ചിട്ടില്ലേ? ഓലൊക്കെ റബീഉൽ അവ്വൽ 12 തലേ ദിവസം ഉറക്കൊഴിക്കണമെന്ന് നാവിലൊക്കെ ആ മഹബത്ത് കൊണ്ട് എഴുതി വെച്ചാൽ പോരേനാ? ഓലാരും അത് എഴുതി വെച്ചില്ലല്ലോ ആ മഹബത്ത് കൊണ്ട്. മഹബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലും പഠിപ്പിച്ച ദീന്, അത് ദീനിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ വിശ്വാസങ്ങൾ, അതിലൊന്നും കളങ്കം ചാർത്തിയിട്ടുള്ളൊരു മഹബത്തൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. അപ്പം നമ്മളെ വിശ്വാസം, നമ്മൾ ഏതാണ് ഏറ്റവും മഹത്വമുള്ള രാത്രികൾ ഒക്കെ ഇമാമിങ്ങൾ പഠിപ്പിക്കും. அருமையான மாணவிகளே, கேரளாவில் பல்வேறு இடங்களில் பல கஷ்டமான நேரங்களில், சிரமமான நேரங்களில் சிராஜுல் ஹுதாவுக்கு நிய்யத் வைத்தால் அந்த கஷ்டம் நீங்கும் என்பது அனுபவபூர்வமான உண்மை. இன்ஷா அல்லாஹ் நம்மெல்லாம் கேரளாவோட தொடர்பு படுத்தி வச்சிருக்கிறோம். நீங்க பக்கமா அங்க போனா இந்த குட்டியாடிக்கு போய் பார்க்கணும். நான் அந்த ஸ்தாபனத்தை பார்த்திருக்கிறேன். நமக்கு சரியான வழியை காட்டிக் கொண்டிருக்கிறது. அற்புதமான பாதையில் மக்களை கொண்டு வந்து சேர்ப்பதற்காக SSF ஆங்காங்கு இணையுங்கள்.